തൃശൂർ കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ഇരുട്ടിന്റെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് മൂലം കർഷകരും നാട്ടുകാരും ദുരിതത്തിൽ. കക്കൂസ് മാലിന്യത്തിന് പുറമെ മറ്റു മാലിന്യങ്ങളും സംസ്ഥാന പാതയോരത്ത് യഥേഷ്ടം കൊണ്ടുവന്നിടുന്നതിന് തടയിടാൻ പോലീസിനും കഴിയുന്നില്ല. കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനായി അന്തിക്കാട് പോലീസ് സ്ഥാപിച്ച ക്യാമറ നോക്കുകുത്തിയായിട്ട് നാളുകളായി. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിട്ട് നാളുകളായി. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്തെ അരികുകളിൽ യഥേഷ്ടം തള്ളുന്ന സംഘങ്ങൾ സജീവമാണ്. 1 കിലോമീറ്ററോളം പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ എന്നിവയും യഥേഷ്ടമുണ്ട്. മണലൂർ പഞ്ചായത്തിലും കുറച്ചുഭാഗം അരിമ്പൂർ പഞ്ചായത്തിലുമായാണ് പെരുമ്പുഴ പാടശേഖരം. പാതയോരത്തുള്ള 100ഓളം മരങ്ങളിൽ പലതും കടപുഴകി വീണ് കിടക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളും പാതയോരത്ത് യഥേഷ്ടം ആളുകൾ നിക്ഷേപിക്കുന്നു. 3 വർഷം മുമ്പ് പുതുക്കി പണിത പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. ഇതിന്റെ താഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ കുന്നുകൂടുകയാണ്. പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസിന്റെ 2 ക്യാമറകൾ ഉണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആക്ഷേപം. ഒരു ക്യാമറ ഒടിഞ്ഞു വീണു കിടന്നു തുടങ്ങിയിട്ട് നാളുകളായി. പാടശേഖരത്തിന്റെ മധ്യഭാഗത്തുകൂടി ക്യാമറ സ്ഥാപിക്കുകയും അവ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുകയും കൂടി ചെയ്താൽ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പരിധിവരെ ശമനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പൊതുജനാഭിപ്രായം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.